നിന്റെ കാര്യം നമ്മൾ മറന്നുപോയി കേട്ടോ. നീ ഇവിടുന്ന് ഒച്ച വെച്ചത് എന്തായാലും നന്നായി. മോൻ തൊട്ട് അപ്പുറത്തെ പറമ്പ് പോയി കാറിയിരുന്നെങ്കിൽ മാമന്മാരൊന്നും കേൾക്കില്ലായിരുന്നു. എന്തായാലും നന്ദിയുണ്ട് മോനെ. ഫിലിപ്പിന്റെ ഹലോ, ആരാ ഇത് ഞാനാ മോനെ. നിന്നോട് ഞാൻ ഈ നമ്പറിൽ വിളിക്കരുതെന്ന് പറഞ്ഞതല്ലേ? മോന് ഞാനൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. ആ കുടിക്കുന്ന ഗ്ലാസ്സിൽ നോക്കിയേ. ഇതെന്ത് റിങ്ങോ? സഹോദര, എന്നെ വെറുതെ വിടൂ. എന്റെ നാട്ടിൽ എനിക്ക് ഭാര്യയും 2 കുട്ടികളും ഉണ്ട്. നമ്മളൊക്കെ മനുഷ്യരല്ലേ മോനെ. അയ്യോ, എന്നെയൊന്നും ചെയ്യല്ലേ മിസ്റ്റർ ഗോവർദ്ധൻ. എന്തിനാ എന്നെ കിഡ്നാപ്പ് ചെയ്തത്? മിസ്റ്റർ ഗോവർദ്ധൻ, ഈയിടെയായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ വന്നു കൂടിയിട്ടുണ്ടല്ലേ? അതെ, എനിക്കറിയാം. എനിക്ക് സ്റ്റീഫൻ വേണം. സ്റ്റീഫൻ ഉണ്ടെങ്കിൽ എല്ലാം ശരിയാവും. സ്റ്റീഫനെ ഞാൻ തരാം, പക്ഷെ അതിനു മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. ഗോവർദ്ധൻ എന്നെ ശ്വാസ തടസ്സമുണ്ടോ? ആ ഉണ്ട്. മലബന്ധം, പിന്നെ നെഞ്ചിടിപ്പ് ഉണ്ട്. നടുവേദന, തലവേദന, സന്ധിവേദന? ഉണ്ട് ഉണ്ട് ഉണ്ട്. ബൈ ദ ബൈ, ചേട്ടൻ റാവുത്തർ തന്നെയാണോ അതോ റാവുത്തറിന്റെ ഡോക്ടർ ആണോ? ഫിലിപ്പിന്റെ പാർക്ക്. ഗോമോന് പാസ്പോർട്ട് ഉണ്ടോ? ആക്ച്വലി അതില്ല. സ്റ്റീഫ, മുനി, ആ ഗോവർദ്ധനന്റെ ട്രാക്കിംഗ് ഐഡി ഒന്ന് പറഞ്ഞേ. അവനിവിടെ എത്തി ഞാൻ OTP പറഞ്ഞു തരാം. സ്റ്റീഫ, ഗോവർദ്ധനൻ എത്താൻ ഇനിയും കുറച്ചുകൂടെ ലേറ്റ് ആവും. ഒരു 2 മാസം കൂടെ. മുനി, അവനെ ആ ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റിൽ കയറ്റി വിട്. സ്റ്റീഫന്റെ ആളെന്ന് പറഞ്ഞാ മതി. എപ്പോഴാണ് എനിക്ക് ഇതൊക്കെ എടുത്ത് തലയിൽ വെക്കാൻ തോന്നിയത്? ദൈവമേ, ഇതിന്റെ ഉള്ളിൽ റേഞ്ച് ഇല്ലല്ലോ. ഞാനിനി എന്റെ ഇക്കോഗ്നിറ്റോ മോഡിലെ റിസർച്ച് എങ്ങനെ ചെയ്യും? എന്റെ കയ്യിൽ കുറച്ച് ബുക്കുണ്ട്, എടുക്കട്ടെ? അതാര്? ഞാനാ, പുഷ്പ. സ്റ്റീഫ ചായ, നമുക്ക് കാർഡ് മാറിപ്പോയോ എന്നൊരു സംശയം. പ്രിയദർശിനി ഇവിടെ തന്നെ എത്തുന്ന എന്താണൊരു ഉറപ്പ്? മുനി, ഒരുപാട് കാട് കയറിയവനായി സ്റ്റീഫൻ. അയ്യോ, ഞാൻ ചത്തേ. പുല്ലി. ഫിലിപ്പിന്റെ അങ്ങനെ കബൂഗ് എന്ന വാഴ വീണു. അടുത്ത സ്റ്റീഫന്റെ ഇര ഒരുപക്ഷെ നിങ്ങളായേക്കാം. അതുകൊണ്ട് നിങ്ങൾ ഈ നൂഡിൽസ് പരിപാടിയൊക്കെ നിർത്തി നാട്ടിലേക്ക് വരണം. സ്റ്റീഫനെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം.